അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ. ബില്ലിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ലെന്ന് തരൂർ വ്യക്തമാക്കി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെ പിന്തുണച്ചിരിക്കുകയാണ് കോൺഗ്രസ് MP ശശി തരൂർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് തീർച്ചയായും അറസ്റ്റിലാവുന്ന മന്ത്രിമാരെ സ്ഥാനത്തു നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ കൊണ്ടുവരാനിരിക്കുകയാണ്. ഇന്ന് 2 മണിക്ക് ആ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ബില്ലിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായ KC വേണുഗോപാൽ അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ബില്ലിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയത് ഒരു കാര്യം. എന്തായാലും സംയുക്ത പാർലമെന്റ് സമിതിയിലേക്ക് ബില്ല് വരട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ദേശീയ മാധ്യമമായ NDTVയുടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ബില്ലിൽ എതിർപ്പ് അറിയിക്കാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിൽ തന്നെ ഈ പ്രതികരണം ഇന്ത്യ മുന്നണിയിൽ ചില വിമർശനങ്ങൾക്കെല്ലാം തന്നെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 2 മണിക്കാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ബില്ലിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ ബില്ലുകളിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ഇത് സംയുക്ത പാർലമെന്റ് സമിതിയിലേക്ക് ബില്ല് വരട്ടെ എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിൽ ഒരു വിമർശനം ഈ ബില്ലുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ അടക്കം ഉന്നയിച്ച ഒരു ഘട്ടത്തിലാണ് ശശി തരൂർ ബില്ലിൽ എതിർപ്പ് അറിയിക്കാതെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാവിലെ ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എതിർപ്പ് അറിയിക്കാനുള്ള നീക്കങ്ങളെല്ലാമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും 2 മണിക്ക് തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ BJP തങ്ങളുടെ MP മാർക്ക് ഇപ്പോൾ വിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങളും പ്രതിഷേധവും എല്ലാം തന്നെ ഈ ബില്ലിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലോക്സഭയും രാജ്യസഭയും 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാവിലെ ലോക്സഭ ചേർന്ന ഉടൻ തന്നെ വലിയ പ്രതിഷേധം ഈ ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. തുടർന്ന് 12 മണി വരെ സഭ നിർത്തിവെക്കുന്നു. അതിന് പിന്നാലെ 12 മണിക്ക് സഭ ചേർന്നപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തുടർന്നാണ് 2 മണി വരെ സഭ നിർത്തിവെച്ചത്. രാജ്യസഭയിലും സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധമെല്ലാം തന്നെ ഈ ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് 2 മണി വരെ രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭ 2 മണിക്ക് ചേരുമ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും ബില്ലിൽ 2 മണിക്ക് തന്നെ ഈ ബില്ല് വിവാദമെന്ന് പറയുന്ന ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും BJP തങ്ങളുടെ MP മാർക്ക് ഇപ്പോൾ വിപ്പ് നൽകിയെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വലിയ വിമർശനം വിവാദമല്ലെന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഈ ബില്ലിനെ എതിർക്കുന്നത്. എന്തായാലും 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ബില്ല് ബാധകമാണ്. തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി അല്ലെങ്കിൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കടന്നാൽ 31 ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ബില്ലിൽ പറയുന്ന വ്യവസ്ഥ. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കുമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. മന്ത്രിസഭയെ അടക്കം ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാകും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുക. എന്തായാലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് വന്നത് എന്ന രീതിയിലുള്ള വിമർശനമാണ് പ്രധാനമായും ഉയർത്തുന്നത്. നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ 6 മാസം അടക്കം ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കള്ളപ്പണ കേസ് അടക്കം ആരോപിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹേമന്ത് സോറൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഈ രീതിയിൽ ജയിലിൽ കിടക്കുന്നൊരു സ്ഥിതിയെല്ലാം ഉണ്ടായിരുന്നു. ആ എല്ലാ പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ബില്ല് വരുന്നതെന്ന ഒരു വിമർശനമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം. കൂടാതെ ഈ ബില്ലിൽ പറയുന്ന മറ്റൊരു കാര്യം, ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ക്രിമിനൽ കേസുകളിൽ 2 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകുമെന്നതാണ് നിലവിലെ ഒരു രീതി. ആ രീതി മാറുന്നു
അതിനുവേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കണം അതിനുവേണ്ടിയാണ്, പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. എന്തായാലും 2 മണിക്ക് തന്നെ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ബില്ലിനെ പിന്തുണച്ചുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ദീപ്തി. ശരി. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്നും നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് 2 മണിക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കും. 5 വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. അതോടൊപ്പം തന്നെ ഈ ഒരു ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് MP ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ബില്ലിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.